ചില മഹാന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നാം ആലോചിച്ചു പോകാറുണ്ട്. ചിലരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ കാലത്ത് ജീവിച്ചിട്ടും അവരിൽ നിന്ന് ചിലതൊക്കെ നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആശങ്കപ്പെടും. മഹാനായ മുഹമ്മദ് അലവി മാലിക്കി റഹിമഹുല്ല നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ മഹത്തുക്കളായ താജുൽ ഉലമ റഹിമഹുല്ല, സുൽത്താനുൽ ഉലമ ഹഫിദഹുല്ല മഹത്തുക്കളെല്ലാം അറിയുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ വർത്തമാനകാല പതിപ്പുകളായി നമ്മോട് പറഞ്ഞത്, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളുടെ കാലത്ത് ജീവിക്കാനും അവരുടെ പ്രവർത്തനത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശിഷ്യസമ്പത്തുള്ള പണ്ഡിത സാന്നിധ്യമായിരിക്കും അവിടുന്ന്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മഹല്ലുകളിലും ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരാളെങ്കിലും ഇല്ലാത്ത മഹല്ലുകൾ ഉണ്ടാവില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉസ്താദിന്റെ അടുക്കൽ ഒരു ദിവസമെങ്കിലും ഇരുന്ന് അറിവ് സമ്പാദിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അങ്ങനെ ഒരു കാലത്ത് ബഹുമാന്യരായ ഉസ്താദ് അവർകളുടെ ശിഷ്യനാവാൻ കഴിയുക എന്നത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ച് ആ വൈജ്ഞാനിക ലോകത്തെ ശിഷ്യഗണത്തിൽ ചേരാനുള്ള ഒരു സുവർണ അവസരം. ഉസ്താദിന്റെ അനുഗ്രഹീത രചന ഉസ്താദിൽ നിന്ന് തന്നെ അനുമതിയോടെ പഠിക്കാനും ആശീർവാദത്തോടെ ഉൾക്കൊള്ളാനും ആത്മീയധാരയിൽ ഒത്തുചേരാനുമുള്ള ഒരു നല്ല ഒരവസരമാണ് സുഫ ദർസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മുൻകാലത്തെ മുസ്ലിം സാമൂഹിക ഘടനയിൽ വൈജ്ഞാനികമായും ആത്മീയമായും സമൂഹത്തെ സമുദ്ധരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത് ഓരോ നാടുകളിലും നടന്ന നാട്ടു ദർസുകളിലൂടെയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്നവർ വൈകുന്നേരം പള്ളിയിൽ വരികയും ദർസിൽ പങ്കെടുക്കുകയും നാട്ടിലെ ഉസ്താദിൽ നിന്ന് ഇസ്ലാമിന്റെയും ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും അധ്യാപനങ്ങൾ നുകർന്ന് ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു വൈജ്ഞാനിക ആത്മീയ സമ്പത്തിൽ നിന്നാണ് നമ്മുടെ മലബാർ ഇസ്ലാമിക പൈതൃകം വികസിക്കുകയും രൂപപ്പെടുകയും ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇതുപോലെ സായാഹ്നങ്ങളിൽ വന്ന് പഠിച്ചിരുന്നവർ, അവിടുത്തെ ദർസിൽ പങ്കെടുത്തവർ ലോകത്തെ വൈജ്ഞാനിക കേന്ദ്രങ്ങളായി രൂപപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സുവർണ അവസരമാണ് ഉസ്താദ് അവർകളുടെ ശിഷ്യനാവാനും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആത്മീയ വൈജ്ഞാനിക ധാരയിലെ ഏറ്റവും വലിയ ചക്രവാളത്തിൽ ചേർന്ന് നിൽക്കാനും സുഫ ദർസിലൂടെ ലഭിക്കുന്ന അവസരം നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഇത് ഇന്നത്തേക്കും എന്നേക്കുമുള്ള നമ്മുടെ ആത്മീയമായ ഒരു കരുതലാണ്. നമുക്കെല്ലാവർക്കും സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളുടെ ശിഷ്യഗണത്തിൽ വൈജ്ഞാനിക ലോകത്ത് ഒരുമിച്ച് കൂടാം. ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയ ആളുകൾക്കും ഉസ്താദിന്റെ തിരുകരങ്ങളാൽ വിരചിതമായ ഒരു ഗ്രന്ഥം ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് ആ ആത്മീയ സമ്മതത്തിന്റെ ലോകത്ത് ചേരാൻ അവസരം ലഭിക്കുകയാണ്. നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.